ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടോപ്പേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. അപ്പോൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ യൂണിറ്റ് 5. യൂണിറ്റ് 5-ലെ റോബോ ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ റോബോ ആൻഡ് ഫ്രണ്ട്സ് എന്ന യൂണിറ്റ് 5 നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പം നമുക്ക് നോക്കിയാലോ, റോബോ ആൻഡ് ഫ്രണ്ട്സ്, റോബോയും കൂട്ടുകാരും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, റോബോ ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് കണ്ടോ, ഇതാണ് റോബോട്ട്. ആ റോബോൻ്റെ ചുറ്റും 2 കുട്ടികൾ നിൽക്കണുണ്ടോ അടുത്ത്, ഇവരാണ് റോബോൻ്റെ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് വായിക്കാം കേട്ടോ. ലിസൺ ടു യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കൂ. The school reopened after Christmas. Usually, Danny doesn't like going back to school after holidays, but this time he was eager to reach school. അപ്പോൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് സ്കൂളുകൾ റീഓപ്പൺ ചെയ്തു. സ്കൂൾ വീണ്ടും തുറന്നു. നിങ്ങളൊക്കെ ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ? ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നില്ലേ? അതുപോലെ ഇവിടെ ഡാനിയുടെ സ്കൂൾ തുറന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡാനിക്ക് സ്കൂൾ തുറന്നപ്പോൾ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത കുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടം, സ്കൂളിലേക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ള ഒരു ഇത് അവനുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, വൈ ഈസ് ഡാനി ഈഗർ ടു ഗോ ടു സ്കൂൾ? വൈ ആർ ചിൽഡ്രൻ ക്യൂറിയസ്? അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വൈ ഈസ് ഡാനി ഈഗർ ടു ഗോ ടു സ്കൂൾ? എന്താ അവന് സ്കൂളിൽ പോകാൻ ഇത്രയ്ക്കൊരു ഈഗർനെസ്? നമുക്ക് നോക്കാം. The school reopened after the holidays. Danny reached the school in his new wheelchair. Hi Danny, have you got a wheelchair? Who gave you this? Children gathered around Danny and his wheelchair. This is nice, beautiful, how cute. They touched the wheelchair and said. അപ്പോൾ അവൻ്റെ ഈഗർനെസ്സിന് കാരണം എന്തായിരുന്നു? ബിക്കോസ് അവൻ്റെ പുതിയൊരു വീൽ ചെയർ കിട്ടിയില്ലേ? അപ്പം നോക്കാം. സ്കൂള് തുറന്നു, ഹോളിഡേയ്സ് വെക്കേഷന് ശേഷം സ്കൂള് തുറന്നു. ഡാനി റീച്ച്ഡ് ദ സ്കൂൾ. അവൻ സ്കൂളിൽ എത്തിയത് ഇൻ ഹീസ് ന്യൂ വീൽ ചെയർ. അവൻ്റെ പുതിയ ഈ വീൽ ചെയർ അവൻ ഇരുന്നിട്ട് വരുന്നത് കണ്ടോ, ഇതാണ് അവൻ്റെ വീൽ ചെയർ കേട്ടോ. വീൽ ചെയറിലായിരുന്നു. അപ്പോൾ അവൻ വീൽ ചെയറിൽ എത്തിയപ്പോൾ ആരോ വന്നിട്ട് ഹായ് ഡാനി എന്ന് വിളിക്കുകയാണ്. നിനക്ക് പുതിയ വീൽ ചെയർ കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ആരാ നിനക്കിത് തന്നത്? ഹൂ ഗേവ് യു ദിസ് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ചിൽഡ്രൻ എല്ലാം അവൻ്റെ ചുറ്റും കൂടി, ഗ്യാതേർഡ് അറൗണ്ട് ഡാനിയുടെയും അവൻ്റെ വീൽ ചെയറിൻ്റെയും ചുറ്റും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. എന്നിട്ട് പറയാണ്, ദിസ് ഇസ് നൈസ്. ഓ, ഇത് ഭയങ്കര നൈസാണ്, ബ്യൂട്ടിഫുള്ളാണ്, ക്യൂട്ടാണെന്നൊക്കെ പറയണു. എന്നിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ആ വീൽ ചെയർ ടച്ച് ചെയ്ത് നോക്കുകയാണ്, തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നു, അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, വൈ ആർ ദ ചിൽഡ്രൻ ക്യൂറിയസ്? എന്താ കുട്ടികൾ ഇത്ര ക്യൂറിയസ് ആയി നോക്കുന്നത്? ബിക്കോസ് ദേ സോ ഡാനീസ് ന്യൂ വീൽ ചെയർ. അവർ ഡാനിയുടെ പുതിയ വീൽ ചെയർ കണ്ടിട്ടാണ് നോക്കണത് കേട്ടോ. അടുത്തത്, എൻജോയ് ദി ഫൺ. വിൽ ഡാനി ഗോ ടു സീ ദ മാജിക് ഷോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ലിസൺ ടു യുവർ ടീച്ചർ നോക്കാം കേട്ടോ. ദ ബെൽ റാങ്. ബെല്ലടിച്ചു. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു ദെയർ ക്ലാസ്സസ്. അപ്പോൾ ബെല്ലടിച്ചാൽ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലേക്ക് പോവില്ലേ? ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് ബെല്ലടിച്ചാൽ എല്ലാവരും ക്ലാസ്സിൽ കയറിയിരിക്കും അല്ലേ? അതേപോലെ കുട്ടികളും ക്ലാസ്സിലേക്ക് നടന്നു. ഡാനി, വി ആർ ഗോയിങ് അപ്സ്റ്റെയേഴ്സ്, ദർ ഇസ് എ മാജിക് ഷോ. അപ്പോൾ കുട്ടികൾ പറയുന്നത്, ഡാനി ഞങ്ങൾ മേലേക്ക് പോവുകയാണ്, മേലോട്ട്, ചിലപ്പോൾ മേലത്തെ റൂമിലേക്ക് ആയിരിക്കും, ക്ലാസ് റൂമിലോട്ടായിരിക്കും. അവിടെ മാജിക് ഷോ നടക്കുന്നുണ്ട്. മാജിക് ഷോ, ഡാനി ആസ്ക്ഡ്. അപ്പോൾ മാജിക് ഷോയോ? ഡാനി ചോദിക്കുകയാണ്. യെസ്, ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. അതെ, ഡീറ്റെയിൽസ് ഒക്കെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. ദേ റാൻ അപ്സ്റ്റേഴ്സ്. ഇതും പറഞ്ഞുകൊണ്ട് കുട്ടികളോടി. ഡാനി സോ എ നോട്ടീസ് ഓൺ ദ വാൾ. അപ്പോൾ ഡാനി പോയിട്ട് നോക്കുമ്പോൾ ചുമരിലൊരു നോട്ടീസ് കാണുന്നു. വിൽ ഡാനി ഗോ ടു സീ ദ മാജിക് ഷോ? ഡാനിക്ക് മാജിക് ഷോ കാണാൻ പോകാൻ പറ്റുമോ? നമുക്ക് നോക്കാം.
എൻജോയ് ദ ഫൺ മാജിക് ഷോ ഓൺ 2nd January അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം എന്നാണ് കേട്ടോ നോട്ടീസ് ബോർഡിൽ ഉണ്ടായിരുന്നത്. ബിക്കോസ് വാണ്ട് ടു വാച്ച് ദ മാജിക് ഷോ ഈസ് ഓൺ ദ നെക്സ്റ്റ് ഫ്ലോർ ബട്ട് ഹി കാൺ ക്ലൈംബ് ദ സ്റ്റേഴ്സ്. അവന് പോകണമെന്നുണ്ട്, പക്ഷേ അത് അടുത്ത നിലയിലാണ്, അടുത്ത ഫ്ലോറിലാണ്. അവന് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റുമോ? സ്റ്റേഴ്സ് കയറാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അവൻ എന്ത് ചെയ്യും എന്ന് നോക്കാം. ലെറ്റ്സ് റീഡ്. The magic show is on the next floor. Danny thought, I would like to watch it, but how can I reach there? He felt sad. ഈ മാജിക് ഷോ എവിടെയാണ് നടക്കുന്നത്? അടുത്ത ഫ്ലോറിൽ അല്ലേ, അടുത്ത ബിൽഡിങ്ങിലോ മേലത്തെ ബിൽഡിങ്ങിലോ ഒക്കെ ആയിരിക്കും. അപ്പം ഡാനി വിചാരിക്കുകയാണ്, എനിക്കത് കാണണമെന്നുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ അവിടെ എത്തും? അവന് ഭയങ്കര സങ്കടമായി അല്ലേ? വൈ ഈസ് ഡാനി സാഡ്? അവനത് കാണണമെന്നുണ്ടായിരുന്നു. ഇനി ലിസൺ ടു യുവർ ടീച്ചർ. ഡാനി വാസ് എലോൺ ഇൻ ദ ക്ലാസ്. ഡാനി ഒറ്റയ്ക്ക് ക്ലാസ്സിലിരിക്കുന്നു. ഹി വാസ് സാഡ്. അവൻ സങ്കടമായിട്ടിരിക്കുക. റോബോ നോട്ടീസ്ഡ് ഇറ്റ്. അപ്പോൾ റോബോ അത് കാണും. ഹേ ഡാനി, വൈ ആർ യു ഗ്ലൂമി? റോബോ ആസ്ക്ഡ്. അപ്പോൾ റോബോ ചോദിക്കും, ഹേ ഡാനി, എന്താ നീ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്, മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് ചോദിക്കും. ഐ വാണ്ട് ടു വാച്ച് ദി മാജിക് ഷോ. അപ്പോൾ എനിക്ക് മാജിക് ഷോ കാണണം, ബട്ട് ഐ കാൺ ക്ലൈംബ് ദ സ്റ്റേഴ്സ്. പക്ഷെ എനിക്ക് സ്റ്റെപ്പ് കയറി പോവാൻ പറ്റില്ല. ജസ്റ്റ് എ മിനിറ്റ് സെഡ് റോബോ. അപ്പം റോബോ പറയും, ഒരു മിനിറ്റ് എന്ന് റോബോ പറയും. ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? റോബോ എങ്ങനെയായിരിക്കും ഡാനീനെ സഹായിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. Sit on me, bus. Robo's wheels turned into chain wheels. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇരിക്കൂ എന്ന് പറയും. ഇതുപോലെ ഇരിക്കുമ്പോൾ റോബോൻ്റെ ഈ ചക്രങ്ങളില്ലേ, വീല്, അതെന്തായി മാറി? ഇതുപോലെ ചെയിൻ വീലുകളായി മാറി. ദ വീൽ സ്റ്റാർട്ടഡ് റോളിങ് അപ്പ് ദ സ്റ്റെയേഴ്സ്. ആ വീൽ ഇങ്ങനെ എന്താവാൻ തുടങ്ങി? ഈ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ഇൻ എ മിനിറ്റ് ഡാനി റീച്ച്ഡ് ദ ഫസ്റ്റ് ഫ്ലോർ. ഒരു മിനിറ്റ് കൊണ്ട് ഡാനി 1ാം നിലയിലെത്തി. ഹി വാസ് എക്സൈറ്റഡ്. ഭയങ്കര എക്സൈറ്റഡ് ആയി. താങ്ക് യു വെരി മച്ച് റോബോ. എന്നിട്ട് അവൻ റോബോന് താങ്ക്സ് പറയുന്നു. ഐ ആം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം, ഡാനി സെഡ്. ഞാൻ ഈ ഫ്ലോറിലേക്ക്, ഈ നിലയിലേക്ക് വരുന്നത് തന്നെ, ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് ഡാനി പറയും. വിൽ ദ ഫ്രണ്ട്സ് സീ ഡാനി ക്ലൈംബിങ് അപ്പ്? വാട്ട് വിൽ ദേ സേ? ഡാനിയുടെ ഫ്രണ്ട്സ് കണ്ടിരുന്നോ ഡാനി ഇത് കയറി വരുന്നത്? എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അപ്പം നമുക്ക് തുടർന്ന് നോക്കാം അല്ലേ? ലെറ്റ്സ് റീഡ്. ഹേ ഡാനി, ഹൗ ഡിഡ് യു കം ഹിയർ? ദ ചിൽഡ്രൻ ആസ്ക്ഡ്. അപ്പോൾ കുട്ടികളെല്ലാം ഡാനിയെ കണ്ട് എക്സൈറ്റഡ് ആയില്ലേ? എന്നിട്ട് അവർ ചോദിക്കും, ഹേ ഡാനി, നീ എങ്ങനെ ഇവിടെ വന്നു എന്ന് കുട്ടികൾ ചോദിക്കും. മൈ റോബോ ടുക്ക് മീ ഹിയർ, സെഡ് ഡാനി. എൻ്റെ റോബോ ആണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഡാനി പറയും. റോബോ? ബട്ട് ഹൗ? റോബോയോ? പക്ഷെ എങ്ങനെയാ കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ വീൽ ചെയർ. അപ്പോൾ ഡാനി പറയും, ഇത് ഒരു എന്തല്ല, വീൽ ചെയർ മാത്രമല്ല, ദിസ് ഇസ് എ റോബോട്ട്. ഇതൊരു റോബോട്ടാണ്, ഡാനി പറയും. ഹി ക്യാൻ സ്പീക്ക് ടു. ഈ റോബോട്ടിന് സംസാരിക്കാനും പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഐ ആം റോബോ. റോബോ വേവ്ഡ് ഇറ്റ്സ് ഹാൻഡ്. അപ്പോൾ റോബോ, ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് റോബോ എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കും, ഷേക്കിനെ ഹാൻഡ്സ് കാണിക്കും കേട്ടോ. ഹാവ് യു എവർ സീൻ എ സ്പീക്കിംഗ് റോബോട്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്ന റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ? അടുത്തത് ലിസൺ ടു യുവർ ടീച്ചർ ആണ്. ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. ഡാനി ആൻഡ് റോബോ ഹേർഡ് എ ലൗഡ് നോയ്സ് ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഡാനിയും റോബോയും താഴെ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുന്നു. ദേ സോ സം ചിൽഡ്രൻ ലുക്കിംഗ് അപ്പ് അറ്റ് ദ ബിൽഡിംഗ് ടോപ്പ്. അവർ ക്രിക്കറ്റ് ബോൾ ഫെൽ ഓൺ ദ സൺഷെയ്ഡ്, ദ ചിൽഡ്രൻ സെഡ്. അപ്പോൾ കുറച്ച് കുട്ടികൾ താഴെ നിന്നിട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് നോക്കണു. അവർ പറയാണ്, ഞങ്ങളുടെ ബോൾ, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോൾ ഇതായി ബിൽഡിങ്ങിൻ്റെ സൺഷെയ്ഡിലേക്ക് പോയി വീണു എന്ന് കുട്ടികൾ പറയും. ലെറ്റ്സ് റീഡ്. റോബോ, ക്യാൻ യു ഹെൽപ്പ് ദം? ഡാനി ലുക്ക്ഡ് അറ്റ് റോബോ വിത്ത് എ സ്മൈൽ. അപ്പോൾ ഡാനി റോബോനോട് ചോദിക്കും, റോബോ, നിനക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചിരിക്കും. ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് റോബോസ് റൈറ്റ് ഹാൻഡ് ഗ്രൂ ലോങ്. റോബോൻ്റെ വലത് കൈ വലിയ നീളം വെച്ചു കൊണ്ട് അതുപോലെ നീണ്ട് ആ സൺഷെയ്ഡിലേക്ക് പോവും. ഹി ടുക്ക് ദ ബോൾ ഫ്രം ദ സൺഷെയ്ഡ്. എന്നിട്ട് ആ സൺഷെയ്ഡിൽ നിന്ന് ആ ബോൾ എടുക്കും, ഇതുപോലെ.
ആൻഡ് ത്രൂ ഇറ്റ് ടു ദ ചിൽഡ്രൻ. എന്നിട്ട് കുട്ടികൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. ഹിയർ ഈസ് യുവർ ബോൾ, ഇതാ നിങ്ങളുടെ ബോൾ. വോ റോബോ യു ആർ അവർ ഹീറോ, സൂപ്പർ ആയിട്ട് റോബോ, നിങ്ങളാണ് ഹീറോ. ദ ചിൽഡ്രൻ ക്ലാപ്ഡ് ദെയർ ഹാൻഡ്സ്, അപ്പോൾ കുട്ടികളെല്ലാം കൈ കൊട്ടും അല്ലേ. ഇഫ് യു ഗെറ്റ് എ റോബോട്ട് വാട്ട് ഹെൽപ്പ് വിൽ യു ആസ്ക് ഹിം ഫസ്റ്റ്, നിങ്ങൾക്കൊരു റോബോട്ടിനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ റോബോട്ടിനോട് ആദ്യം എന്താ ചോദിക്കുക? Listen to your teacher. Robo helped Danny in doing many things. He took Danny to the school, hospital, market and everywhere. One evening Danny wanted to go to a hilltop. How will Robo help Danny? അപ്പോൾ എന്താ പറയണത്? റോബോ, അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഇവിടെ നിങ്ങൾക്കൊരു റോബോട്ടിനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചോദിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐ വിൽ ആസ്ക് ഹിം ടു ഡു മൈ ഹോംവർക്ക് എന്നൊക്കെ ചോദിക്കാം. എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഐ വിൽ ആസ്ക് ഹിം ടു പ്ലേ വിത്ത് മീ എന്ന് കൊടുക്കാം. എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി പറയൂ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ ആൻസർ ഫില്ല് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ഐ വിൽ ആസ്ക് ഹിം ടു പ്ലേ വിത്ത് മീ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് റോബോ ഒരുപാട് കാര്യങ്ങളിൽ ഡാനീനെ സഹായിക്കുന്നുണ്ട്. ഡാനീനെ സ്കൂളിലേക്ക് കൊണ്ടുപോകും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണു, മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണു, എല്ലാവിടേക്കും കൊണ്ടുപോകും. ഒരു വൈകുന്നേരം ഡാനിക്ക് ഹിൽ ടോപ്പിൽ, മലയുടെ മേലെ പോകണം. അപ്പോൾ ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി, എങ്ങനെയായിരിക്കും റോബോ ഡാനീനെ സഹായിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. ജസ്റ്റ് എ മിനിറ്റ് റോബോ സെഡ്. സൂപ്പ് സൂപ്പ് സൂപ്പ്. ഒരു മിനിറ്റ് എന്ന് പറയും റോബോ. 2 wings popped out from its sides. നോക്കൂ, 2 ചിറകുകൾ വരും. അതിൻ്റെ സൈഡിൽ നിന്ന് 2 wings popped out ചെയ്യും, പുറത്തേക്ക് വരും. ക്ലൈംബ് ഓൺ മൈ ബാക്ക് സെഡ് റോബോ. എന്നിട്ട് റോബോ പറയും എൻ്റെ പുറകിൽ കയറിക്കോളൂ എന്ന് പറയും. ഹോൾഡ് ഓൺ ടു മീ ടൈറ്റ്, ഹിയർ വി ഗോ. എന്നെ മുറുകെ പിടിച്ചോളൂ, നമ്മൾ പോവുകയാണ് എന്നൊരു സൂം. റോബോ ഫ്ലൂ വിത്ത് ഡാനി. റോബോ ഡാനിയുടെ കൂടെ അങ്ങോട്ട് പറക്കും അല്ലേ. ഇതുപോലെ അങ്ങ് പറക്കും. വാട്ട് തിങ്സ് വിൽ ഡാനി സീ ഇൻ ഹിസ് ജേർണി. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഡാനി ആ യാത്രയിൽ കണ്ടിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ട്രീ ടോപ്സ്, ഹൗസസ്, പീപ്പിൾ were മൂവിങ് ലൈക്ക് സ്മോൾ ആൻഡ്സ്, ഫ്ലൈയിങ് ബേർഡ്സ്. അപ്പോൾ മരങ്ങളുടെ മുകൾ കാണും, വീടുകൾ കാണും, ആളുകൾ അല്ലേ. ആളുകളെയൊക്കെ കുഞ്ഞു ഉറുമ്പുകൾ പോലെ കാണും മേലെന്ന് താഴേക്ക് നോക്കുമ്പോൾ അല്ലേ. പിന്നെ പറക്കുന്ന പക്ഷികളെ, അങ്ങനെ എല്ലാം കണ്ടിട്ട് ഇവരിങ്ങനെ പോവുകയാണ് കേട്ടോ. ഇവരെങ്ങോട്ടാ പോണേ? മലയുടെ മുകളിലേക്കാണ് പോണത്. ലിസൺ ടു യുവർ ടീച്ചർ. റോബോ ആൻഡ് ഡാനി ഫ്ലൂ എബവ് ദ ട്രീ ടോപ്സ് ആൻഡ് ഹൗസസ്. പീപ്പിൾ were മൂവിങ് ലൈക്ക് സ്മോൾ ആൻഡ്സ്. വി ആർ ഓൺ ദ ഹിൽ ടോപ്പ് സെഡ് റോബോ. ഹി ഫ്ലൂ ഡൗൺ സ്ലോലി. ദേ സാറ്റ് ഓൺ എ സ്മോൾ റോക്ക് ദർ. അപ്പോൾ റോബോയും ഡാനിയും ട്രീ ടോപ്സ്, ഹൗസസ്, ആളുകളൊക്കെ ഉറുമ്പിനെ പോലെ മൂവ് ചെയ്യുന്നൊക്കെ ഇവർ കണ്ടു. എന്നിട്ട് അവർ പതുക്കെ ഫ്ലൂ ഡൗൺ ചെയ്യാണ്, താഴോട്ട് ഇറങ്ങുന്നു അല്ലേ. മലമുകളിൽ എത്തിയിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് അവർ ഇറങ്ങിയിട്ട് ഒരു ചെറിയ പാറ, സ്മോൾ റോക്ക് ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ മേലെ ഇരിക്കുകയാണ്. ലെറ്റ്സ് റീഡ്, ബാക്കി നോക്കാം. ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു വലിയ റെഡ് ബോൾ പോലെ, ചുവന്ന ബോൾ പോലെ കാണുകയാണ് അല്ലേ. ബേർഡ്സ് were ഫ്ലൈയിങ് ഇൻ ദ ഓറഞ്ച് സ്കൈ. ആ ഓറഞ്ച് ആകാശത്ത് ബേർഡ്സ് പറക്കുന്നു. വോ അമേസിങ് എക്സ്ക്ലൈംഡ് ഡാനി. ഡാനിക്ക് ഭയങ്കര സന്തോഷമായില്ലേ. വോ അമേസിങ് എന്നൊക്കെ പറയുന്നു. ദ റെഡ് ഗ്ലോ ഫ്രം ദ സൺ ഫെൽ ഓൺ ഹിം. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ആ ഒരു ചുവപ്പ് ഗ്ലോ വന്നിട്ട് അവൻ്റെ മേലെ പതിക്കുന്നുണ്ട് അല്ലേ. ദ സൺ ടച്ച്ഡ് ദ സീ. സൂര്യൻ സീനെ, അതായത് കടലിനെ ടച്ച് ചെയ്യണു. ഇറ്റ് സ്ലോലി വെൻറ്റ് ഡൗൺ. അത് സൺ സെറ്റ് ആവുകയാണ് അല്ലേ, സൂര്യൻ അസ്തമിക്കുകയാണ്. സ്ലോലി വെൻറ്റ് ഡൗൺ, താഴോട്ട് പോകുന്നു. ഡാനി ഹഗ്ഡ് റോബോ ആൻഡ് സെഡ്. ഡാനി റോബോനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, റോബോ ഡിയർ, ഐ വിൽ നെവർ ഫർഗെറ്റ് ദിസ് ഈവനിങ് ഇൻ മൈ ലൈഫ്. ഞാൻ ഒരിക്കലും ഈ ഈവനിങ് മറക്കില്ല റോബോ ഡിയർ എന്ന് പറഞ്ഞ് റോബോനെ കെട്ടിപ്പിടിച്ച് പറയുകയാണ് ആര്? ഡാനി. ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതാട്ടോ.
അടുത്തത് ലിസൺ ടു യുവർ ടീച്ചർ ആണ്. ഡാനി ആൻഡ് റോബോ സാറ്റ് ഓൺ ദ ഹിൽ ടോപ്പ് വാച്ചിങ് ദ ഈവനിങ്. സീ ഡാനി, വാട്ട് ആർ യു തിങ്കിങ്? യു ഹാവ് വൺ മോർ വിഷ് റൈറ്റ്. അപ്പോൾ ഡാനിയും റോബോയും കൂടിയിട്ട് ആ മലമുകളിൽ ഇരിക്കുകയാണ്, ആ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാനി ഇങ്ങനെ എന്തോ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോബോ ചോദിക്കും, നിനക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട് അല്ലേ എന്ന് ചോദിക്കും. മേ ഐ സേ ദാറ്റ്? ഞാനത് പറയട്ടെ? ആസ്ക്ഡ് റോബോ. റോബോട്ട് ചോദിക്കും, ക്യാൻ യു, നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ഡാനിഷ് പറയുന്നു. ലുക്ക് അറ്റ് മൈ സ്ക്രീൻ, നീ എൻ്റെ സ്ക്രീനിലേക്ക് നോക്കൂ. ദ പിക്ചർ ഓഫ് എ ബോട്ട് സെയിലിംഗ് ഇൻ ദ സീ അപ്പിയർഡ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ഒരു ബോട്ട്, ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ബോട്ട് സെയിൽ ചെയ്യുന്ന ചിത്രം റോബോട്ടിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. യു ആർ റൈറ്റ് റോബോ. നീ ശരിയാണെന്ന്, ഞാൻ എന്ത് വിചാരിച്ചു, നീ പറഞ്ഞത് വളരെ ശരിയാണെന്ന് നമ്മുടെ ഡാനി പറയുന്നു. ഇനി അടുത്തത്, വേർ വിൽ റോബോ ടേക്ക് ഡാനി? അപ്പോൾ ഡാനിനെ റോബോയിനെ എങ്ങോട്ടാ കൊണ്ടുപോവുക നോക്കാം. ഗെറ്റ് അപ്പ്, ക്ലൈംബ് ഓൺ മൈ ബാക്ക്, സെഡ് റോബോ. അപ്പോൾ ഡാനിയോട് പറയും, എണീക്കൂ, എണീറ്റ് എൻ്റെ പുറത്ത് കയറിക്കോളൂ. ഇൻ എ മിനിറ്റ്, ഒറ്റ മിനിറ്റിൽ അവരെവിടെ എത്തി? ദേ റീച്ച്ഡ് ദ സീ ഷോർ, അവർ കടൽ തീരത്തെത്തി. റോബോ ചേഞ്ച്ഡ് ഹിംസെൽഫ് ഇൻ ടു എ ബോട്ട്. റോബോ സ്വയം എന്തായിട്ട് മാറി? ഒരു ബോട്ടായിട്ട് മാറി അല്ലേ? റോബോന് എന്തോ ആവാൻ പറ്റും തോന്നുന്നു. അപ്പോൾ റോബോ ഇവിടെ സ്വയം ആരായി മാറുകയാണ്? ഒരു കപ്പൽ, ബോട്ടായിട്ട് മാറി. ദ ബോട്ട് ലോഞ്ച്ഡ് ഇൻ ടു ദ സീ. ബോട്ട് പതുക്കെ കടലിലോട്ട് ഇറങ്ങി. ഇറ്റ് സൂംഡ് ഓവർ ദ സീ സ്പ്ലാഷിങ് വാട്ടർ അറൗണ്ട്. അങ്ങനെ അതിങ്ങനെ സീയിൽ കൂടെ പോവാണ്. വേർ ആർ ദേ ഗോയിങ് നൗ? എവിടേക്കായിരിക്കും അവർ പോണ്ടാവുക? ലിസൺ ടു യുവർ ടീച്ചർ വായിക്കുകയാണ്. ബീപ് ബീപ്, സഡൻലി റോബോസ് ലൈറ്റ് സ്റ്റാർട്ടഡ് ബ്ലിങ്കിങ്. റോബോന്റെ ലൈറ്റുകൾ കത്താൻ തുടങ്ങി. റോബോ, വാട്ട്സ് ഹാപ്പനിങ്? ഡാനി ആസ്ക്ഡ്. അപ്പോൾ എന്തോ സംഭവിക്കുകയാണ് കേട്ടോ. അപ്പോൾ റോബോ, എന്ത് സംഭവിച്ചു? ഡാനി ചോദിക്കുന്നു. ഹി ഫെൽറ്റ് എ ജോൾട്ട് ഇൻ ദ ബോട്ട്. അപ്പോൾ ഒരു ഇളക്കം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക നോക്കാം നമുക്ക്. ബീപ് ബീപ്, ഡാനി ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട്. ഒരു കത്തുന്ന ഒരു സൗണ്ട് കേൾക്കും. റോബോ, വാട്ട് ഹാപ്പൻ? ഡാനി ആസ്ക്ഡ്. എന്ത് സംഭവിച്ചു എന്ന് ഡാനി ചോദിക്കുന്നു. ഹി ഡിഡ്ന്റ് ആൻസർ. റോബോ ഒരു റിപ്ലൈയും കൊടുക്കണില്ല കേട്ടോ. റോബോയ്ക്ക് എന്തോ പറ്റി. ദ ബോട്ട് ടേൺഡ് ആൻഡ് സെയിൽ ബാക്ക് ടു ദ ഷോർ. ഐ എം ടയേർഡ്, സെഡ് റോബോ. വേഗം ബോട്ടായിട്ടുണ്ടായിരുന്ന റോബോ തിരിച്ച് തുഴഞ്ഞ് കടൽ തീരത്തെത്തി. എന്നിട്ട് പറയും, ഞാൻ ടയേർഡാണ് എന്ന് പറയും. ഡാനി ഗോട്ട് ഡൗൺ. ഡാനി അതിൽ നിന്ന് ഇറങ്ങി. റോബോ ബിക്കെയിം ദ റോബോട്ട് അഗൈൻ. റോബോ വീണ്ടും ബോട്ടായിരുന്നല്ലോ, ഇപ്പോൾ വീണ്ടും ഇതുപോലെ റോബോട്ടായി കേട്ടോ. ഡാനി സോ എ മെസ്സേജ്. ഡാനി അപ്പോൾ ഒരു മെസ്സേജ് കാണുകയാണ് റോബോൻ്റെ ആ സ്ക്രീനിൽ. ബാറ്ററി ലോ. അപ്പോൾ ഇത് റോബോട്ടാണല്ലേ, മെഷീനാണ്. അപ്പോൾ അതിന് ബാറ്ററി ഉണ്ട്, ആ ബാറ്ററി ലോ ആയി. അപ്പോൾ നമുക്ക് നോക്കാം, ഹൗ വിൽ ഡാനി സേവ് റോബോ? റോബോനെ എങ്ങനെ ഡാനി രക്ഷിച്ചിട്ടുണ്ടാവും? ബാറ്ററി ചാർജ് ചെയ്യണം അല്ലേ? നോക്കാം നമുക്ക്. ജോൾട്ട് പറഞ്ഞൊരു കുലുക്കം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ലിസൺ, സിയ വാസ് തിങ്കിങ് അബൌട്ട് റോബോ. അപ്പോൾ സിയ റോബോനെ കുറിച്ച് തിങ്ക് ചെയ്യുകയാണ്. സഡൻലി സിയ ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട് ഫ്രം ഹർ മദേഴ്സ് മൊബൈൽ ഫോൺ. അപ്പോൾ പെട്ടെന്ന് സിയ മൊബൈൽ ഫോണിൽ, അമ്മയുടെ മൊബൈൽ ഫോണിൽ ഒരു ബീപ്പിംഗ് സൗണ്ട് കേൾക്കും. റോബോ ഇസ് ഇൻ ഡേഞ്ചർ. അപ്പോൾ അവൾ പറയും, റോബോ അപകടത്തിലാണ്, റോബോ അപകടത്തിലാണ്. എ വോയിസ് ഇസ് ഓൾസോ ഹേർഡ് ഫ്രം ദ ഫോൺ. അപ്പോൾ മൊബൈലിൽ നിന്നൊരു സൗണ്ട് കേൾക്കും. വാട്ട് വിൽ സിയ ഡു നൗ? സിയ എന്ത് ചെയ്യും ഇപ്പോൾ? നമുക്ക് നോക്കാം. മോം ഡാഡ്, റോബോ ഇസ് ഇൻ ട്രബിൾ. അമ്മ അച്ഛ, റോബോ ഇപ്പോൾ അപകടത്തിലാണ്. ഹെയർ മദർ ചെക്ക്ഡ് ദ ഫോൺ ആൻഡ് സെഡ്. അമ്മ വേഗം ഫോൺ നോക്കിയിട്ട് പറയും, യു ആർ റൈറ്റ് സിയ, റോബോസ് ബാറ്ററി ഈസ് ലോ. നീ പറഞ്ഞത് ശരിയാണ് സിയ, റോബോൻ്റെ ബാറ്ററി ലോ ആണ്. വേർ ഇസ് ഹി നൗ? സിയ ആസ്ക്ഡ്. അവരിപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കും സിയ. ലുക്ക്, റോബോ ഈസ് അറ്റ് ദ സീഷോർ നൗ. റോബോ ഇപ്പോൾ കടൽ തീരത്താണ്. ഡാഡ് സെഡ്, ലുക്കിംഗ് അറ്റ് ദ ഫോൺ സ്ക്രീൻ. ഫോണിൽ നോക്കിയിട്ട് പറയും. വാട്ട് വിൽ ദേ ഡു നൗ? അവരിനി എന്താവും ചെയ്യാൻ പോണത്? ലെറ്റ്സ് റീഡ്. ലിസൺ ടു യുവർ ടീച്ചർ ആണ് കേട്ടോ വായിക്കുന്നത്. സിയ ആൻഡ് ഹെർ പാരൻസ് ഹറി ടു ദ സീഷോർ. സിയും പാരൻസും പെട്ടെന്ന് കടൽ തീരത്തേക്ക് എത്തുകയാണ്. അപ്പം ഡാനി അവിടെ കിടന്ന് കരയണു അല്ലേ? ഡാനി വാസ് ക്രൈയിങ്. റോബോ വാസ് ലൈങ് സ്റ്റിൽ. റോബോ അപ്പോഴും കിടക്കുകയാണ് ബാറ്ററി ലോ ആയിട്ട്. സിയ റാൻ അപ് ടു റോബോ ആൻഡ് ഹഗ്ഡ് ഹിം. സിയ ഓടിപ്പോയി റോബോനെ ഹഗ് ചെയ്യും. ഡോണ്ട് വെറി, വി ക്യാൻ ചാർജ് റോബോ സൂൺ. നമുക്ക് ചാർജ് ചെയ്യാം റോബോനെ എന്ന് ഫാദർ പറയും. ലെറ്റ്സ് റീഡ് ആണ് കേട്ടോ വായിക്കുന്നത്. സിയാസ് ഫാദർ കണക്റ്റഡ് ദ ചാർജർ ടു ഹിസ് കാർ. അപ്പോൾ നമ്മുടെ റോബോൻ്റെ ചാർജിങ് എന്തിൽ ചെയ്യും? അവരുടെ കാർ ചാർജറിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യും. ആൻഡ് ദേ വെയിറ്റഡ് ദർ. എന്നിട്ട് വെയിറ്റ് ചെയ്യും. ചാർജിങ് കംപ്ലീറ്റ്. റോബോ സ്ക്രീൻ ബ്ലിങ്ക്ഡ്. അപ്പോൾ റോബോൻ്റെ ഈ സ്ക്രീനിൽ ചാർജിങ് കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കും.
ഹായ് ഐ എം ഓൾ റൈറ്റ് സെഡ് റോബോ. ഞാനിപ്പോൾ ഓക്കെ ആയി എന്ന് റോബോ പറയും. സിയാസ് ഫാദർ ഡ്രോ ഡാനി ആൻഡ് റോബോ ബാക്ക് ടു ദിയർ ഹോം. അപ്പോൾ സിയയുടെ ഫാദർ ഡാനിനെയും റോബോനെയും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണു. ഹേ ഹായ് വി ആർ ബാക്ക് ഹോം. നമ്മൾ തിരിച്ച് വീടെത്തി. സെഡ് റോബോ ടു ഡാനി. റോബോ ഡാനിയോട് പറയാണ് കേട്ടോ. താങ്ക് യു സിയ. ഡാനി സ്മൈൽഡ് അറ്റ് ഹർ താങ്ക്ഫുള്ളി. അപ്പോൾ സിയയോട് ഡാനി താങ്ക് യു പറയുകയാണ്, എന്നിട്ട് ചിരിക്കും. ഇനി ലെറ്റ് സിംഗ് ആണ് കേട്ടോ. ഫ്രണ്ട്സ് ഫോർ എവർ ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ സിയും നമ്മുടെ ഡാനിയും റോബോട്ടും ഉണ്ട് ചിത്രത്തിൽ. യു ആർ മൈ ഫ്രണ്ട് ബെസ്റ്റ് ആൻഡ് ട്രൂ ഈവൻ വെൻ ഐ എം ഫാർ ഫ്രം യു. വെൻ ഐ നീഡ് ഹെൽപ്പ് യു ആർ ദർ ട്രീറ്റിംഗ് മീ വിത്ത് ലവ് ആൻഡ് കെയർ. അപ്പോൾ നീ എൻ്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ആൻഡ് ട്രൂ, ഈവൻ വെൻ ഐ എം ഫാർ ഫ്രം യു. ഞാൻ അകലെയാണെങ്കിലും വെൻ ഐ നീഡ് ഹെൽപ്പ് യു ആർ ദർ. എനിക്കൊരു ആവശ്യം വന്നാൽ, എനിക്കൊരു ഹെൽപ്പ് വേണം പറഞ്ഞാൽ നീ എൻ്റെ അടുത്തുണ്ട്. ട്രീറ്റിംഗ് മീ വിത്ത് ലവ് ആൻഡ് കെയർ. യു ആർ ഓൾവേസ് ക്ലോസ് ആൻഡ് കൈൻഡ്. കീപ്പിംഗ് മീ എവർ ഇൻ യുവർ മൈൻഡ്. എ ഫ്രണ്ട് ലൈക്ക് യു ഈസ് സച്ച് എ ട്രഷർ. ബീയിങ് വിത്ത് യു ഈസ് എ പ്ലഷർ. അപ്പോൾ ഇതാണ് നമ്മുടെ പോയം. ഇനി നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക് കോളം ആണ് യൂസിങ് ദ കറക്റ്റ് സെൻറ്റൻസസ്. അപ്പോൾ ഡാനിയിൽ വെൻറ്റ് ടു സ്കൂളും റോബോയിൽ ചേഞ്ച്ഡ് ഇൻ ടു എ വീൽ ചെയറും ഉണ്ട്. ഡാനിയിൽ വെൻറ്റ് ടു സീ ദ മാജിക് ഷോ. റോബോ ടുക്ക് ദ ബോൾ ഫോർ ദ ചിൽഡ്രൻ. ഡാനി സെയിൽഡ് ഓൺ ദ ബോട്ട്. റോബോയിൽ ടുക്ക് ഡാനി ടു ദ ഹിൽ ടോപ്പ്. 2 wings came out from the sides. ഡാനി താങ്ക്ഡ് സിയ. അപ്പോൾ ഡാനിയുടെ നമ്മൾ റെഡിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഡാനിയുടെയും വയലറ്റ് കളറിൽ എഴുതിയിരിക്കുന്നതൊക്കെ റോബോൻ്റെ ആണ് കേട്ടോ. നിങ്ങളത് നമുക്ക് താഴെ തന്നിരിക്കുന്ന ഈ ബോക്സിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനാണ്. അതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.